വാർത്തകൾ വിശദമായി. കണ്ണൂർ കണ്ണപുരത്ത് വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം ആണ് മരിച്ചത്. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരനാണ് മുഹമ്മദ് ആഷാം. പടക്ക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആംസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കേസെടുത്തു. അനൂപ് മാലിക്കിനെതിരെ സമാന സംഭവങ്ങളിൽ നേരത്തെയും കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയത്തെ ചൊല്ലി വിവാദം ശക്തമാവുകയുമാണ്. കണ്ണപുരം കീഴറയിൽ ചെറുകുന്ന് കോൺവെന്റ് ആശുപത്രിക്ക് സമീപത്തെ ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ പുലർച്ചെ 1:50 ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി ഉണ്ടായത്. 200 മീറ്ററിലേറെ ദൂരം പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി. 1 വർഷം മുൻപാണ് വീട് വാടകയ്ക്ക് നൽകിയത്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നയാളെന്ന് പരിചയപ്പെടുത്തിയ അനൂപ് മാലിക്കായിരുന്നു വീട് വാടകയ്ക്കെടുത്തത്. ഇത് നമ്മൾ ബോർഡ് വെച്ചിനായിരുന്നു വാടക കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവർ വന്നത്. അനൂപ് എന്ന് പറയാം അവരായിട്ടാണ് ഇത്. അവരാണ് മറ്റവരെ താമസിക്കാനും ഇതും ആക്കിയിട്ടുള്ളത്. സമീപവാസികൾ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കണ്ടത് പൂർണ്ണമായും തകർന്ന് നിലം പതിച്ച വീട്. കോൺക്രീറ്റ് സ്ലാബ് ഉൾപ്പെടെ പൊട്ടിച്ചിതറിയ നിലയിൽ. 2 മണിക്കടുപ്പിച്ചാണ് ശബ്ദം ഉണ്ടായത്. അപ്പോൾ നല്ല ശബ്ദമായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ വീട് തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ സ്ഫോടക വസ്തു തന്നെ. വന്ന സമയത്ത് നോക്കിയ സമയത്ത് ഒരു മുട്ടിന് താഴെ ഭാഗം മാത്രം കാണുന്നുണ്ട്. ബാക്കിയെല്ലാം മണ്ണ് മൂടിയ നിലയിലില്ല. സമീപത്തെ 5 വീടുകളിലും സാരമായ കേടുപാടുണ്ടായി. ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. സ്ഫോടക വസ്തു തെറിച്ചു വീണ് ഒരു വീടിന്റെ മേൽക്കൂരയിലെ ഓടുകളും തകർന്നു. സൗണ്ട് ഒറ്റൊരിക്കേ ഉണ്ടായിട്ടില്ലോ. വലിയൊരു ഭയങ്കര ഒരു സൗണ്ട്. നമ്മളാദ്യം വിളിച്ചു എന്തോ ഇടിയായിട്ട് ഇങ്ങനെ ഇതായതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ വെച്ചാൽ അടുക്കളേൻ്റെ ഡോറെല്ലാം മൊത്തം പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് വീടിലും അതേപോലെ ഉണ്ടായി. അതായത് ഒരേ ലൈനിൽ വരുന്ന ആ വീടിനാണ് സംഭവിച്ചിട്ടുണ്ടായത്. നാട്ടുകാരും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കാലായിരുന്നു. പോലീസ് അതിൻ്റെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എത്രത്തോളം ഭീകരതയുണ്ടോ, ഇനിയും അടക്കം പൊട്ടുമോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം റോഡ് അടച്ചിരിക്കുന്നത്. ഇപ്പോൾ അടിയന്തരമായിട്ട് നീക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. സ്ഫോടനം നടന്ന വീട്ടിൽ 2 പേരാണ് സ്ഥിരമായി ഉണ്ടാകാറുള്ളത്. രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇവർ വീട്ടിലെത്തുക. ഇതിനാൽ നാട്ടുകാർക്കും ഇവരെ കണ്ടുപരിചയമില്ല. സ്ഫോടന സമയത്ത് ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് ആഷാമാണ് മരിച്ചത്. ഇയാൾ അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരനാണ്. വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി ശേഖരിച്ച കേസുകളിൽ പ്രതിയാണ് അനൂപ്. 2016 കണ്ണൂർ പൊടിക്കുണ്ടിൽ സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്തതും അനൂപായിരുന്നു. ഇയാൾക്കെതിരെ കണ്ണൂർ, വളപട്ടണം, മട്ടന്നൂർ പോലീസ് സ്റ്റേഷനുകളിലായി 6 കേസുകളുണ്ട്. ഇതിനിടെ സംഭവത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാണ്. കോൺഗ്രസിനെതിരെ CPIM-ഉം BJP-യും രംഗത്തെത്തി. പോലീസിനെയും CPIM-നെയും കുറ്റപ്പെടുത്തിയ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ബോംബ് നിർമ്മാണത്തിനിടയിലെ സ്ഫോടനമെന്ന് കുറ്റപ്പെടുത്തി. പോലീസ് ഇക്കാര്യത്തിൽ എല്ലാ പ്രദേശത്തും അന്വേഷണം, ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ഇനി കുറച്ച് സമയം അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബോംബുകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഇതിനകത്ത് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ പോലീസിന്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അനൂപ് മാലിക് കോൺഗ്രസ് ബന്ധമുള്ളയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ ഈ അനൂപ് എന്ന് പറയുന്ന ആള്. അപ്പോൾ അങ്ങനെ ഒരാള് ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. അനൂപ് K സുധാകരന്റെ അടുത്ത അനുയായിയെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. ഈ വീടിന്റെ ഉടമ കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു അനുഭാവിയാണ്. ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നത്, ബോംബ് ഉണ്ടാക്കുന്നത് ഒരു കാലത്ത് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരന്റെ വലം കൈയായിട്ടുള്ള ആളാണ്. അനൂപ് മാലിക് എന്ന ആള്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം അന്വേഷിക്കണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റി ക്രൈംബ്രാഞ്ച് ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് മലയാളം, കണ്ണൂർ.